രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമല ദർശനത്തിനെത്തുകയാണ്. ഈ മാസം 22-ാം തീയതിയാണ് ശബരിമല സന്ദർശനം. 24 വരെ രാഷ്ട്രപതി കേരളത്തിൽ തുടരും. വിവരങ്ങളുമായി വിനോദ് ചേരുന്നു. വിനോദ്, എന്തൊക്കെയാണ് സന്ദർശനത്തിലെ പ്രധാന അജണ്ട? അതിൽ ശബരിമല ദർശനത്തിനപ്പുറത്തേക്കുള്ള മറ്റു വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രപതി ശബരിമല ദർശനത്തിനെത്തുന്നത്. ഈ മാസം 22-നാണ് ദ്രൗപദി മുർമു ദർശനം നടത്തുക. 24 വരെ കേരളത്തിൽ തുടരും. 16-ന് ശബരിമല നട തുറക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. അവിടുത്തെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കത്തി നിൽക്കുമ്പോഴാണ് രാഷ്ട്രപതിയുടെ സന്ദർശനം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ 2 തവണ സന്ദർശനത്തിന് തീരുമാനിച്ചിരുന്നെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് മാറ്റിവെച്ചിരുന്നു. 2ാം തവണ മാറ്റിയത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു പശ്ചാത്തലത്തിലായിരുന്നു ആ തവണത്തെ യാത്ര മാറ്റിവെച്ചത്. അങ്ങനെ 2 തവണ മാറ്റിവെച്ച യാത്രയാണ് ഇപ്പോൾ വീണ്ടും തീരുമാനിച്ച് 22-നെത്തുന്നത്. നമുക്കറിയാം, ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഹൈക്കോടതിയിൽ നിൽക്കുകയാണ്. നട തുറക്കുന്ന സമയത്ത് തന്നെ ഇത് മാറ്റിസ്ഥാപിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം. നാളെ നിയമസഭയിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ചൊവ്വാഴ്ചയാകട്ടെ BJP ക്ലബ് ഹൗസിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് രാഷ്ട്രപതിയുടെ സന്ദർശനമെന്ന പ്രത്യേകത കൂടിയുണ്ടല്ലോ. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിൽ ആദ്യമായിട്ടാണ് രാഷ്ട്രപതി ശബരിമലയിലേക്ക് എത്തുന്നത്. ആ സന്ദർശനത്തോടുകൂടി ഒരു പ്രാധാന്യത്തിലേക്ക് എത്തുകയുമാണ്.